ആഗോളതലത്തിൽ അതിഗംഭീരമായിട്ടുള്ള നേട്ടം കൈവരിച്ച ഒരു മഹത് വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുന്നതിനും അദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽസ് പത്രമാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിനുമാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ച്, മലയാള കരയെ സംബന്ധിച്ച്, നമ്മുടെ ഇവിടെ നിന്നുള്ള, പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു മഹത് വ്യക്തിത്വത്തിനുടമയാണ്, റിസർച്ചറാണ്, ആഗോളതലത്തിൽ നോട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു വ്യക്തിയാണ്. അമേരിക്കയിലെ പോർട്ടോറിക്കോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കൂടിയായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ ജസ്റ്റിൻ പോൾ. ജസ്റ്റിൻ പോൾ സാറിന്റെ നേട്ടങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ലോകത്തിലുള്ള ഗവേഷകരെയും ഗവേഷണ സ്ഥാപനങ്ങളെയും റാങ്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമായ സ്കോളർ GPS എന്നുള്ള പ്ലാറ്റ്ഫോമിലെ കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുക്കുമ്പോൾ വിവിധ മേഖലകളിൽ, ഇൻക്ലൂഡിംഗ് മെഡിക്കൽ രംഗത്ത് വെച്ച് 14 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് റിസർച്ച് സ്കോളർ റാങ്കിങ് നടത്തുന്നത്. ആ 14 കാറ്റഗറിയിൽ ഒന്നാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കാറ്റഗറി. ആ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കാറ്റഗറിയിലെ കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് അവര് പുതിയതായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ആ കണക്ക് പ്രകാരം ലോകത്തിലെ 300 ബില്യൺ സൈറ്റേഷനുകളിൽ നിന്നും 210 കോടി ഗവേഷണ പ്രബന്ധങ്ങളിൽ നിന്നും അവര് ശാസ്ത്രീയമായി ഏറ്റവും ഉന്നതനായ വ്യക്തിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ കഴിഞ്ഞ 5 വർഷത്തെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ് പ്രൊഫസർ ഡോക്ടർ ജസ്റ്റിൻ പോൾ. ജസ്റ്റിൻ പോൾ ആണ് ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ രംഗത്തെ നമ്പർ 1 റാങ്ക് ഹോൾഡർ ഇൻ ദ ലാസ്റ്റ് 5 years. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2 തരത്തിലാണ് ഈ റാങ്കിങ് നടക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ 5 വർഷത്തെ കാര്യം പരിഗണിച്ചിട്ടും അതേപോലെ തന്നെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും. ഇതിലെ സാറിന്റെ ഈ കാറ്റഗറിയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പോയിരിക്കുന്ന വ്യക്തി നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ള യൂജീൻ ഫാമയ്ക്കാണ്. അപ്പോഴാണ് നമ്മൾ അതിന്റെ ജസ്റ്റിൻ പോൾ സാറിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. യൂജീൻ ഫാമ എന്ന് പറയുന്നത് ആഗോള പ്രശസ്തനായിട്ടുള്ള എക്കണോമിസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ലോകം അറിയപ്പെടുന്നത് ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ ഫിനാൻസ്. അല്ലെങ്കിൽ ഈ ആനുകാലിക കാലഘട്ടത്തിലെ ഏറ്റവും ഫൈനാൻസിന്റെ പിതാവെന്നാണ് ഈ പറയുന്ന യൂജിൻ ഫാമ അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു കാറ്റഗറിയിലെ കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനം നോക്കിക്കൊണ്ട് ഈ പറയുന്ന ഗവേഷകരെ റാങ്ക് ചെയ്യുന്ന ഈ പറയുന്ന നമ്മുടെ പ്ലാറ്റ്ഫോമായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സ്കോളർ GPS നമ്മുടെ ജസ്റ്റിൻ പോൾ സാറിനാണ് കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് ഈ പറയുന്ന 1ാം റാങ്ക് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളത് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ നിന്ന് തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഗവേഷണ മുന്നേറ്റങ്ങൾ നിങ്ങൾ പത്രമാധ്യമങ്ങളെ അറിയിക്കുകയും അതുമായിട്ടുള്ള വിഷയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്കേറെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഉൾപ്രദേശമായ മറ്റത്തൂരിൽ നിന്ന് മലയാളം മീഡിയത്തിൽ പഠനം തുടങ്ങി ബോംബെ IITയിൽ നിന്ന് PhD നേടി, കൽക്കട്ടയിൽ നിന്ന് വീണ്ടും ഡോക്ടറേറ്റ് നേടി, അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ബ്രൈറ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വീണ്ടും PhD നേടി. 4 PhDകൾക്ക് ഉടമയാണ് ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ ജസ്റ്റിൻ പോൾ. മാത്രമല്ല അദ്ദേഹം 100ഓളം വിദേശ രാജ്യങ്ങളിൽ ഗവേഷണത്തിനുള്ള കീനോട്ട് അഡ്രസ് ചെയ്യാനും അതേപോലെ തന്നെ വിസിറ്റിംഗ് പ്രൊഫസറായും, ചുരുക്കം പറഞ്ഞാൽ 100ൽ പരം രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം സഞ്ചരിക്കുകയും
ഓസ്ട്രിയ, ഓസ്ട്രേലിയ, അമേരിക്കയിലെ തന്നെ വിവിധ രാജ്യങ്ങൾ, അതുപോലെ തന്നെ ജർമ്മനി, ഗ്രീസ്, ഫ്രാൻസ് മുതലായ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ അടക്കം 100-ൽ പരം രാജ്യങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറും കീനോട്ട് അഡ്രസ്സും ചെയ്തിട്ടുള്ള വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ ഡോക്ടർ ജസ്റ്റിൻ പോൾ. അദ്ദേഹത്തെ പത്രമാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു എളിയ ഒരു ദൗത്യം നിറവേറ്റുന്നതിനാണ് ഞങ്ങൾ ഇവിടെ ഈ യോഗത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇത്രയും നമ്മോടൊപ്പം ഇപ്പോൾ പ്രൊഫസർ ജസ്റ്റിൻ പോൾ സന്നിഹിതനാണ്. അദ്ദേഹം കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാവുന്നതും ക്ലാരിഫിക്കേഷൻ നടത്താവുന്നതാണ്. താങ്ക് യു. സെന്റ് അലോഷ്യസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള പ്രൊഫസർ ചാക്കോ ജോസും തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ രാജേഷ് KP സാറും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാമീപ്യപ്രദനായിട്ടുള്ള തോമസൻ ചക്കാലക്കൽ അവർ രണ്ടുപേർ പറയുന്നതാണ്. അതിനുശേഷം ഞാൻ സംസാരിക്കാവുന്നതാണ്. നമസ്കാരം. വളരെ അഭിമാനകരമായ നേട്ടമാണ് എൻ്റെ സഹപാഠി കൂടിയായ പ്രൊഫസർ ഡോക്ടർ ജസ്റ്റിൻ പോൾ നേടിയിരിക്കുന്നത്. ബിജു സാറ് പറഞ്ഞതുപോലെ ലോകത്ത് ഏകദേശം 14 വിഷയങ്ങളിലായിട്ട് ഓരോ ഗവേഷകരെയും റാങ്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യം വളരെ ഓതന്റിക് ആയിട്ട് നടപ്പാക്കുന്ന ഒരു സംഘടനയാണ് സ്കോളർ GPS, അമേരിക്ക ആസ്ഥാനമായ സ്കോളർ GPS. അത് 14 വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തെ ഗവേഷണ പ്രബന്ധങ്ങളും അവരുടെ സംഭാവനകളും മാനിച്ചുകൊണ്ട് റാങ്ക് ചെയ്തപ്പോ ഇദ്ദേഹത്തിനാണ് 1ാം റാങ്ക് ലോകത്ത് വന്നിരിക്കുന്നത്. ഒരു മലയാളി എന്ന നിലയിൽ, എന്റെ ക്ലാസ്മേറ്റ് എന്ന നിലയിലും നമ്മുടെ തൃശ്ശൂർക്കാരൻ എന്ന നിലയിലും നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. രണ്ടാമത്, ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവനുള്ള സംഭാവനകൾ പരിഗണിച്ച് റാങ്ക് ചെയ്യുമ്പോൾ ഇദ്ദേഹം നേരത്തെ പറഞ്ഞ യൂജിൻ ഫാർമ പോലുള്ള എന്താ പറയുക നോബൽ പ്രൈസ് ജേതാക്കൾ 1ാമത് നിൽക്കുമ്പോൾ ഇദ്ദേഹം 28ാമത് നിൽക്കുന്നു എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ പ്രാധാന്യമാണ്. ഇനി ഇത് റാങ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, ഇദ്ദേഹം ഒരുപാട് ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ പിന്നെ ലോകത്തിന് സമർപ്പിച്ചത് എത്ര പേര് എത്ര ഉപയോഗപ്പെടുത്തി, മറ്റു ഗവേഷകർ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അതിന് സൈറ്റേഷൻ എന്ന് പറയുന്നത്. ആ സൈറ്റേഷൻ നോക്കിയിട്ടാണ് 1. 2, പിന്നെ എന്താ പറയാ, ഈ സൈറ്റേഷനിൽ ഒരുപാട് പേര് ഉപയോഗിച്ചില്ല. അതിൽ തന്നെ പലതുണ്ട്. H ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടി സോഫിസ്റ്റിക്കേറ്റഡ്, പ്രൊഡക്ടിവിറ്റിയും സൈറ്റേഷൻ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുള്ള H ഇൻഡെക്സ്, അതൊക്കെ നോക്കിയിട്ടാണ് ലോകത്തുള്ളവരെ റാങ്ക് ചെയ്തതിൽ പിന്നെ ഇതിൽ ഇദ്ദേഹത്തിന് 1ാമത് കിട്ടി എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ്. ഇദ്ദേഹം ഇവിടെ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചാണ്, എൻ്റെ കൂടെ MA പഠിച്ചതാണ് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അതിനുശേഷം അദ്ദേഹത്തിന് 4 PhD നേടിയിട്ടുണ്ടെന്നുള്ളത്. 2 PhD അത് തീസിസ് കൊടുത്തു തന്നെയാണ്. അത് ആദ്യത്തെ നമ്മുടെ വളരെ പ്രശസ്തമായ ബോംബെ IIT നിന്ന്, ബൈറ്റൺ സർവകലാശാല ലണ്ടനിലുള്ള 2 ഓണററി ഡോക്ടറേറ്റുമാണ്. അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ തനതായ റിസർച്ചിലുള്ള സംഭാവനകൾ, പ്രത്യേകിച്ച് ഈ ബിസിനസ് മാനേജ്മെന്റ് രംഗത്ത് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ചില മെത്തഡോളജി, അതായത് രീതിശാസ്ത്രം, ഗവേഷണ രീതിശാസ്ത്രമൊക്കെ വളരെയധികം ആളുകൾ ലോകത്ത് ഗവേഷണം നടത്താൻ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയിട്ടാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അത്രയധികം സൈറ്റേഷൻസ്. അപ്പോ അത്രയാണ് പറയാനുള്ള അഭിമാനം. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ടെക്നിക്കലായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ ഈ റാങ്കിങ് പ്രോസസ്, അതുപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ. വളരെ നന്ദി. മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഇദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ലോക പ്രശസ്തമായിട്ടുള്ള പ്രിന്റിസ് ഹാള് അങ്ങനെ മുതലായ പബ്ലിഷേഴ്സ് അദ്ദേഹത്തിന്റെ ബിസിനസ് എൻവിറോൺമെന്റ് എന്നുള്ള ടെക്സ്റ്റ് ബുക്ക് അദ്ദേഹം വേണമെങ്കിൽ ഒരു 20കളിൽ തന്നെ അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയും നമ്മുടെ IIM-കളിലും IIT-കളിലും അല്ലെങ്കിൽ വിദേശത്ത് പോലും ശ്രദ്ധേയമായിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ഇനിയും ഒരുപാടെണ്ണം അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യ കാലഘട്ടങ്ങളിലെ കാര്യം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഞാൻ മറ്റു കൂടുതലായിട്ട് വിശദീകരിക്കുന്നതിന് സെന്റ് അലോഷ്യസ് കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്ന കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ ചാക്കോ ജോസ് നമ്മോടൊപ്പം ഉണ്ട്. ചാക്കോ ജോസ് സാറിന് ഞാൻ മൈക്ക് കൈമാറാം. നമസ്കാരം. പ്രൊഫസർ ജസ്റ്റിൻ പോളിനെ കൂടെ ഈ ഒരു വേദിയിൽ വരുന്നതിനുള്ള പ്രധാന കാരണം ഒരു അക്കാഡമിക് കൊളാബറേറ്റർ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം ഇക്കണോമിക്സിന്റെ ബാലപാഠങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇക്കണോമിക്സിന്റെ മാസ്റ്റേഴ്സ് പഠനത്തിലേക്ക് കാലെടുത്ത് വെച്ചത് ജോൺ മത്തായി സെന്ററിലെ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ കൂടി ഈ അഭിമാനകരമായ നേട്ടം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ
എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഉത്തരം മാത്രമേ ഉള്ളൂ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്ന ഞങ്ങളെല്ലാം ഇപ്പൊ കാണുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികള് സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങൾ എടുക്കുന്നതിന് വലിയ വിമുഖത കാണിക്കുന്നുണ്ട്. അതിന് പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ജോലി സാധ്യതകളില്ല, അല്ലെങ്കിൽ മറ്റ് ഗ്ലാമറസ് ആയിട്ടുള്ള IT-യിലൊക്കെ ഉള്ള പോലുള്ള ഗ്ലാമറസ് ആയിട്ടുള്ള ജോലികളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ്. അതിനൊക്കെ ഒരു അപവാദമാണ് നമ്മുടെ കൂടെയുള്ള പ്രൊഫസർ ജസ്റ്റിൻ പോൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു സാധാരണ സ്കൂളിൽ പഠിക്കുന്നു, റൈസ് കോളേജിൽ പഠിക്കുന്നു, ഗവൺമെന്റ് ഹയർ സെന്ററിൽ MA ചെയ്യുന്നു, JRF-ഓട് കൂടി IIT ബോംബെയിൽ, അതും പല വിദ്യാർത്ഥികൾക്കും അറിയാത്തൊരു കാര്യമാണ്, സയൻസ് വിഷയങ്ങളിൽ IIT-യിലെ സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ ഇക്കണോമിക്സിലെ IIT-യിലെ MPhil PhD ഒക്കെ ചെയ്യാവുന്നത്. അതെല്ലാം എൻട്രൻസുകളിൽ കൂടെ കടന്നുപോയിക്കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് കോർപ്പറേഷൻ ബാങ്കിലെ ഫോറിൻ എക്സ്ചേഞ്ച് ഓഫീസർ ആയിട്ടാണ്. അതിനുശേഷം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഇക്കോണമിസ്റ്റ് എന്ന് പറയുന്ന പദവിയിൽ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അദ്ദേഹം അക്കാഡമിക്സിലേക്ക് കിടക്കുകയും ഇന്ത്യയിലെയും ലോകത്തിലെ തന്നെ പ്രശസ്തമായ സർവകലാശാലകളിലെയും ഒരു മികച്ച ബിസിനസ് മാനേജ്മെന്റ് അധ്യാപകനായിട്ട് പ്രവർത്തിക്കുന്നു. അധ്യാപകർ പലപ്പോഴും കേരളത്തിലെ ഇന്ത്യയിലെ റിസർച്ചിനെ കൈകടത്താൻ വിമുഖത കാണിക്കുന്ന ഒരു കാലമാണ്. അങ്ങനത്തെ ഒരു സമയത്താണ് റിസർച്ചിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ പേരിൽ ഇദ്ദേഹത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പദവി കിട്ടിയിരിക്കുന്ന. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഹയർ സെന്ററിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഈ ഒരു നേട്ടത്തിന് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്കുള്ള പ്രത്യേക അഭിനന്ദനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ജസ്റ്റിൻ പോളിന് പറയാനുള്ളത് കേൾക്കാം. ഈ റാങ്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാവുന്നതാണ്. സ്കോളർ GPS എന്ന് പറയുന്നത് അമേരിക്കയിലെ അതായത് വേൾഡിൽ തന്നെയുള്ള 3 ബില്യൺ സൈറ്റേഷൻസിന്റെയും 30 മില്യൺ സ്കോളേഴ്സിനെയും മെഡിക്കൽ സയൻസും എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഫീൽഡിലും ഉള്ള സ്കോളേഴ്സിനെ ജോമെട്രിക് മീൻ ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലാണ് അവർ റാങ്കിങ് നടത്തുന്നത്. ജോമെട്രിക് മീൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെബ് ഓഫ് സയൻസിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന പബ്ലിക്കേഷൻസും അതിൻ്റെ സൈറ്റേഷൻസും അതിൻ്റെ ഇൻഡെക്സും, ഈ 3 ക്രൈറ്റീരിയയുടെയും ജോമെട്രിക് മീൻ ഇൻഡെക്സ് മൈനസ് സെൽഫ് സൈറ്റേഷൻസും നമ്പർ ഓഫ് കോതേഴ്സും ഡിഡക്ട് ചെയ്തിട്ടുള്ള വെയ്റ്റഡ് ആവറേജ് ജോമെട്രിക് മീൻ ഇൻഡെക്സ് വെച്ചിട്ടാണ് 2 കാറ്റഗറിയിലാണ് ഇവർ റാങ്ക് ചെയ്യുന്നത്. ഒന്ന് ലൈഫ് ടൈം കാറ്റഗറി, ലൈഫ് ടൈം പെർഫോമൻസ് കാറ്റഗറി. 2 ലാസ്റ്റ് 5 ഇയേഴ്സ് പെർഫോമൻസ് കാറ്റഗറി. അതിൽ ലാസ്റ്റ് 5 ഇയേഴ്സ് പെർഫോമൻസ് കാറ്റഗറിയിലാണ് വേൾഡിൽ ഫസ്റ്റ് റാങ്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ലൈഫ് ടൈം പെർഫോമൻസ് കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലെ പ്രൊഫസർ യൂജിൻ ഫാമിക്കാണ്. ആ പോയിന്റ് ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ 2 കാറ്റഗറിയിൽ ലാസ്റ്റ് 5 ഇയർ പെർഫോമൻസിലാണ് എനിക്ക് ഫസ്റ്റ് റാങ്ക്. ലൈഫ് ടൈം പെർഫോമൻസ് പ്രൊഫസർ യൂജിൻ ഫാമിക്കാണ് ഫസ്റ്റ് റാങ്ക്. ലൈഫ് ടൈം കാറ്റഗറിയിൽ എൻ്റെ റാങ്ക് വേൾഡിൽ നമ്പർ 28 ആണ്. നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ള യൂജിൻ ഫാമ ഒരു 88 വയസ്സുള്ള ഒരു വ്യക്തിയാണെന്ന്. ലൈഫ് ടൈം കാറ്റഗറിയിൽ നമ്പർ 28 വരാന്ന് പറയുന്നത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ലാസ്റ്റ് 5 ഇയർ കാറ്റഗറിയിൽ നമ്പർ 1 ആവുന്നു പറയുന്നതും സംതിങ് ദാറ്റ് വൺ ക്യാൻ നെവർ ഇമാജിൻ. ആക്ച്വലി എന്നെ സംബന്ധിച്ചുള്ള ഐ എം വെരി ഡിലൈറ്റഡ്. ഈ സോഷ്യൽ സയൻസിനെ ഫോക്കസ് ചെയ്ത് പുതിയ എന്തെങ്കിലും ആശയം സമഗ്രമായ താങ്കളുടെ ഇതിനൊക്കെ ആദരിച്ചു. ഒപ്പം തന്നെ പുതിയൊരു ആശയം അങ്ങനെ അഡോപ്റ്റ് ചെയ്തു. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കാറ്റഗറിയാണ് അത്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഫൈനാൻസ്, മാർക്കറ്റിംഗ്, എക്കണോമിക്സ് എല്ലാ സബ്ജക്റ്റും വരും. എൻ്റെ ഫസ്റ്റ് PhD എക്കണോമിക്സിലാണ്, സെക്കൻഡ് PhD ഇംഗ്ലണ്ടിൽ മാർക്കറ്റിംഗിലാണ്. എനിക്ക് മൈ റിസർച്ചിന്റെ ബിസിനസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിലും എക്കണോമിക്സിലും 2 ഫീൽഡിലും ഇന്റർനാഷണൽ ബിസിനസ്സിലും എൻ്റെ പബ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്പർ ഓഫ് പബ്ലിക്കേഷൻസും അതിന്റെ സൈറ്റേഷൻസും ഗൂഗിൾ സ്കോളറിൽ വരുന്ന സൈറ്റേഷൻസ് എനിക്ക് 50,000ഓളം ഗൂഗിൾ സ്കോളർ സൈറ്റേഷൻസ് ഉണ്ട്. അത് ഇന്ത്യയിലെ ബിസിനസ് മാനേജ്മെന്റും എക്കണോമിക്സും സോഷ്യൽ സയൻസും ഫീൽഡിൽ വേറെ ഒരാൾക്ക് മാത്രം 50,000 ഇന്ത്യക്കാരിലായിട്ടുള്ള ആളുകൾക്കുള്ളൂ.
മലയാളികൾക്ക് ആർക്കും സോഷ്യൽ സയൻസിലും ബിസിനസ് മാനേജ്മെന്റിലും 30,000 പോലും ഇല്ലേ മലയാളികൾക്ക്. ഒരു വ്യക്തിയുടെ ഗവേഷണ വിവരങ്ങൾ മറ്റൊരു വ്യക്തി കോപ്പി ചെയ്യുമ്പോഴാണ് നമുക്ക് സൈറ്റേഷൻ ഇൻഡെക്സ് ഒക്കെ കയറി പോവുക ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ. ചോദിച്ച ചോദ്യത്തിന് സാമൂഹ്യ ശാസ്ത്രത്തിൽ ഇദ്ദേഹത്തിന്റെ സംഭാവന മറ്റുള്ളവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ സൈറ്റേഷൻ. ഇദ്ദേഹം പബ്ലിഷ് ചെയ്തത് മറ്റവർ അവരുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ ചോദിച്ചതിന് ഇദ്ദേഹത്തിന്റെ ചില റിസർച്ച് മെത്തഡോളജി, സാമൂഹ്യ ശാസ്ത്ര രീതിശാസ്ത്രം മെത്തഡോളജി, അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം കുറച്ച് മെത്തേഡൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഒരുപാട് ആളുകൾ അത് ഉപയോഗിച്ചിട്ട് ആ മെത്തഡോളജി അഥവാ രീതിശാസ്ത്രം ഉപയോഗിച്ചിട്ട് സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങൾ ഗവേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സൈറ്റേഷൻ വന്നത് അല്ലേ? ഇത് കോൺട്രിബ്യൂഷൻ ഒറിജിനൽ പറഞ്ഞു. ഡെവലപ്മെന്റ് ഞാൻ 1-2 മോഡൽസ് ഒക്കെ, തിയററ്റിക്കൽ മോഡൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു കൺസർവേറ്റീവ് പ്രഡിക്റ്റബിൾ ആൻഡ് പേസ് മേക്കർ മോഡൽ ഫോർ ഇന്റർനാഷണലൈസേഷൻ എന്നുള്ളൊരു മോഡൽ ഉണ്ട്. പിന്നെ സ്കോപ്പ് ഫ്രെയിംവർക്ക് ഫോർ സ്മോൾ ഫേംസ് ഉണ്ട്. മാസ്റ്റീജ് മോഡൽ, മാസ്റ്റീജ് തിയറി ഫോർ ബ്രാൻഡ് മാനേജ്മെന്റ്. ഈ 3 എൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻസ് ആണ്. അതായത് ഈ മോഡലുകൾ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവർ ഇവിടെ ഗവേഷണം നടത്തുമ്പോൾ ഇത് ഉപയോഗിച്ച് അവരുടെ ഡാറ്റ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ അത് ഒറിജിനൽ കോൺട്രിബ്യൂഷൻ ആണ്. സാമൂഹ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമഗ്ര സംഭാവനയാണ് അത് രീതിശാസ്ത്രത്തിൽ. ഫോട്ടോ ഉണ്ട്. ഓക്കെ, ഇതിൽ താഴെ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലുണ്ട്. ഏറ്റവും താഴെ ആ ഫസ്റ്റ് പേജിന്റെ താഴെ പേരുണ്ട്. ഞങ്ങളുടെ എല്ലാവരും 3 പേരുടെ പേര്. അതെ, സോഷ്യൽ വർക്കറാണ്.